ജാഥ തുടങ്ങിയാൻ മാത്രം വേണ്ടിയുള്ള ഒരു ജില്ലയായിട്ട് കാസർഗോഡ് പലപ്പോഴും മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാസർഗോഡിൻ്റെ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാദോരാതെ സംസാരിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ജെൻസി അല്ലെങ്കിൽ ഒരു വിരൽ തുമ്പിലൂടെ ലോകം കാണുന്ന ഒരു ജനതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഫുട്പാത്ത്, ബസ് സ്റ്റാൻഡ്, ടെക്സ്റ്റൈൽസ്, പവർ പ്ലാന്റ്, വലിയ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ, ഒരു തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് പോലും കാസർഗോട്ടേക്ക് എത്തുന്നില്ല. ഈ ഒരു യജ്ഞത്തിന് തുടക്കമിട്ടുകൊണ്ട് നമ്മളത് ചോദിക്കണം. നമ്മുടെ അധികാരവർഗത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിയമസഭയിലേക്ക് പാർലമെൻറ്റിലേക്ക് ഒക്കെയും പറഞ്ഞ് അയക്കുന്ന നമ്മുടെ ജനപ്രതിനിധികളോട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞ് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ തെരുവുകളിൽ വെച്ച് തന്നെ അത് ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മിഷൻ കാസർഗോഡ് എന്ന വ്യക്തമായ ഒരു വിഷനോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇന്നത്തെ പുതിയ ജനറേഷൻ്റെ ടെക്നോളജി വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാസർഗോഡും വളരണം. കാസർഗോഡിനെ ഒരു ബോർഡർ ഡിസ്ട്രിക്റ്റ് ആയി തള്ളിക്കളയുന്നതിനെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ടുകൊണ്ട് കാസർഗോഡിൻ്റെ വികസനത്തിനായി നമ്മൾക്ക് മുന്നിട്ടിറങ്ങണം.